പയ്യാമ്പലത്ത് കണ്ണൂർ കോർപ്പറേഷൻ വഴിയോര വിശ്രമ കേന്ദ്രം ഒരുക്കുന്നു. കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു. ഈ സാമ്പത്തിക വർഷം തന്നെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് മേയർ പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പയ്യാമ്പലം ബീച്ചിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നത്. 2022-23 പദ്ധതിയാണെങ്കിലും തീരദേശ നിയന്ത്രണ അതോറിറ്റിയുടെ അനുമതി ലഭിക്കുന്നതിനുള്ള കാലതാമസവും രൂപരേഖയിൽ മാറ്റം വരുത്തിയതിനാലുമാണ് പ്രവൃത്തി തുടങ്ങാൻ വൈകിയതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചാണ് ഇപ്പോൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളത്. ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും മേയർ പറഞ്ഞു. ഒരു ദിവസം കുറഞ്ഞപക്ഷം ഒരു 10,000-ലധികം ആളുകളെങ്കിലും അവധി ദിവസങ്ങളിൽ വന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക്. അപ്പോൾ ആ രീതിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടൂറിസം കേന്ദ്രമെന്ന രീതിയിൽ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ആ അടിസ്ഥാന സൗകര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു ടേക്ക് ബ്രേക്കിന്റെ ഉദ്ഘാടന കർമ്മം ഒരു പ്രവൃത്തി ഇവിടെ പദ്ധതിയുടെ ഭാഗമായി വെച്ചിട്ടുള്ളത്. ടൂറിസം മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നഗര സൗന്ദര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ വിളിക്കുകയും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ കണ്ണൂർ നഗരത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ടോയ്ലറ്റ് കോംപ്ലക്സും കഫ്റ്റീരിയയും വിശ്രമമുറിയും അടങ്ങുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് 40 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. നഗര സൗന്ദര്യവൽക്കരണം, റോഡുകളുടെ പുനരുദ്ധാരണം തുടങ്ങിയ പ്രവൃത്തികൾ ഇപ്പോൾ നടന്നുവരുന്നുണ്ട്. നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കോർപ്പറേഷൻ ഏറ്റെടുത്തിട്ടുള്ളതെന്നും മേയർ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി ഷമീമ, MP രാജേഷ്, VK ശ്രീലത, സുരേഷ് ബാബു എളിയാവൂർ, കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.